ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കപ്പ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലേ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കപ്പ എങ്ങനെയാണ് പീൽ ആൻഡ് കട്ട് ചെയ്യുന്നതെന്നും അതോടൊപ്പം കപ്പ കൊണ്ടുള്ള ഒരു റെസിപ്പി കൂടിയും കാണാം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Our hearts beat to the city streets. We began to feel the fire. അപ്പോൾ ഇതാ ഞാനിങ്ങനെയുള്ള ഒരു 2 കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 2 kg ഉണ്ട്. ഇത് നമുക്കിനി ഒരു 3 to 4 പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ സ്കിന്ന് ഈസി ആയിട്ട് നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ നൈഫ് വെച്ചിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ. സോ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഞാൻ പീൽ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. മെല്ലെ കട്ട് ചെയ്താൽ വരില്ല കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ചൊന്ന് നൈഫ് വെച്ചിട്ട് തന്നെ കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കപ്പ മുങ്ങി വരുന്ന ആ ഒരു രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിത് ഒന്ന് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലിഡ് വെച്ച് അടിച്ചിട്ട് ബോയിൽ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു, സോ അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് വെച്ച് അടിച്ചിട്ട് ഒരു 3 വിസിൽസ് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കപ്പ കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും ഒരു 10 ഗാർലിക് ക്ലൗസ് കൂടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതോടൊപ്പം ചെറിയുള്ളി കൂടിയും ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മൂന്ന് വിസൽസിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടിയും കൊടുക്കണം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 ഡ്രൈ റെഡ് ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കപ്പയിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. മീൻ മുളകിട്ടത് കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ബെസ്റ്റ് കോമ്പിനേഷനാണ്.
റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് കൂടിയും കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.